നമുക്ക് ചുറ്റുപാടുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ, ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ സോളിഡ് സ്റ്റേറ്റ് ഖരാവസ്ഥയിലുള്ള വസ്തുക്കളാണെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ആകൃതിയുണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, ഇവർക്ക് ഭാരമുണ്ട്. നമുക്കറിയാം ഇവർക്ക് അങ്ങനെ ഒഴുകി നടക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് അല്ലെ, സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ്. ഈ ദ്രാവകങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ടുള്ള എന്തില്ല, ആകൃതി ഇല്ല, അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. അത് ഏത് പാത്രത്തിലാണോ അതിന്റെ ഷേപ്പിലായിരിക്കും ദ്രാവകങ്ങൾ ഉണ്ടായിരിക്കുക. എന്നാൽ ഇവർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ഇവയ്ക്കും ഭാരമുണ്ട്, ഒഴുകാനും പറ്റും അല്ലെ. ഇനി വാതകങ്ങളിലേക്ക് വരുന്ന സമയത്ത് വാതകങ്ങൾക്കും അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിനും ഡെഫിനറ്റ് ആയിട്ടുള്ള എന്തില്ല, ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇതിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ രണ്ട് പ്രത്യേകതകൾ ഓർത്തു വയ്ക്കുക. വായുവിന് ശക്തി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്താണ്, സുഗന്ധങ്ങളെയൊക്കെ വ്യാപിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ പ്രാണ ബാച്ചിന്റെ എൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ ബാച്ച് ആണ്. ഇതുവരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അതോടൊപ്പം തന്നെ തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സിന്റെ റിവിഷനും ഒക്കെ കൂടെയുള്ള ഒരു ഫുൾ പാക്കേജ് ആണ്. LSSന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ ആനുവൽ എക്സാം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനായിട്ടുള്ള ഏറ്റവും മികച്ചൊരു ബാച്ചാണ്. അപ്പോൾ പാരന്റ്സിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.